ഹായ് ഗായ്സ്, നിങ്ങൾക്കറിയാമോ ഇന്ന് ചിറപ്പാലത്തുങ്കലെ ഡോക്ടർ സാമിന്റെ 60th ബർത്ത്ഡേക്ക് നമ്മുടെ മന്ത്രി ശ്രീ VN വാസവനായിരുന്നു ചീഫ് ഗസ്റ്റ്. ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ വരാൻ ഇടവന്ന ഒരു സാഹചര്യം ഒരു 60ാം പിറന്നാൾ ആഘോഷം അഥവാ ഷഷ്ടിപൂർത്തി ആഘോഷമാണ് ഡോക്ടറുടെ. ആദ്യമായി 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഡോക്ടർ സാമിനെ സംസ്ഥാന ഗവൺമെന്റിന്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ വരുന്നത് കാണുന്നത്. പിന്നെ അതുകൂടാതെ അദ്ദേഹം പെന്റക്കോസ്റ്റൽ സഭയ്ക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇതുപോലെ വേണം നമ്മുടെ മന്ത്രിമാരൊക്കെ. ഒരാവശ്യം വന്നാൽ അതൊക്കെ ആളുകൾക്ക് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അങ്ങനെ വ്യത്യസ്തമായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഡോക്ടർ സാമിന്റെ 60ാം പിറന്നാൾ. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സാമിന്റെ ഈ 60ാം ബർത്ത്ഡേ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു കൗതുകം തോന്നി കേട്ടോ. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് കൊയർ ഭക്തി ഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ടേയിരുന്നു. ഡെക്കറേറ്റ് ചെയ്ത സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർ സാം സാധാരണക്കാരുടെ ഇടയിൽ ഇരുന്നു. കുറച്ച് മിമിക്രിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. നമ്മുടെ പ്രേം നസീറിന്റെയും അച്യുതാനന്ദന്റെയും ഒക്കെ ശബ്ദം അനുകരിച്ച് കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു. അതിനുശേഷം ബന്ധുമിത്രാദികളുടെ അനുമോദനങ്ങൾ നീണ്ടുപോയി. എല്ലാവരും 2-3 വാചകങ്ങളിൽ ഒതുക്കി. ഇടയ്ക്കിടയ്ക്ക് ഭക്തി നിർഭരമായതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുമായ ക്രിസ്ത്യൻ സോങ്സും കൊയർ പാടിക്കൊണ്ടേയിരുന്നു. ഇത് ഹെവൻലി ഫീസ്റ്റ് സഭയുടെ വേറിട്ട ഒരു ബർത്ത്ഡേ ആഘോഷമായിരുന്നു. ഹെവൻലി ഫീസ്റ്റ് എൽഡേഴ്സ് എല്ലാവരും സ്റ്റേജിൽ വന്ന് ഡോക്ടർ സാമിന്റെയും ഭാര്യ ഷൈനോയുടെയും അടുത്ത ബന്ധുക്കളെയെല്ലാം സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് ഡോക്ടർ സാമിന് ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ തുടർന്നും ദൈവവേല ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിച്ചു. അത് ശരിക്കും ഒരു ടച്ചി ഒക്കേഷൻ ആയിരുന്നു. എൻ്റെ പൊന്നെ, ഇവിടെ ഏകദേശം 1000-ഓളം പേര് വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വലിയ ഹാൾ മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ ഭക്തി നിർഭരമായ ഒരു ബർത്ത്ഡേയിൽ പങ്കെടുത്തതിൻ്റെ നിർവൃതിയിലാണ് ഞങ്ങൾ. നല്ല